അശ്വമേധത്തിലേക്ക് തിരികെ വരാം. ശരി, ബാസറിൽ വിരൽ വെച്ചോളൂ. ദേശീയപാതയുമായി ഈ വ്യക്തിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ധനങ്ങൾ പലതും കത്തുന്നവയാണ്. ലിഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം മുകളിലേക്ക് കയറാനുള്ള ഉപകരണം എന്ന് മാത്രമല്ല. സുകുമാരക്കുറുപ്പ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് മത്സരിക്കാം അശ്വമേധം. ദേശീയപാതയായ നാഷണൽ ഹൈവേ 47 വെച്ച് ലിഫ്റ്റ് ചോദിച്ച ചാക്കോയെ തന്റെ കാറിനകത്തിട്ട് കൊന്ന പിടികിട്ട പുള്ളിയായ സുകുമാരക്കുറുപ്പ്. ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പേരെന്താ? പ്രവീൺ. സ്ഥലം? ലാക്കു, പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത്. കോന്നിക്കടുത്താണ്. ആ സംഭവം അതാണിത്. കോന്നിക്കടുത്ത് ഞങ്ങളുടെ ഒരു അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ ശ്രീകുമാറുണ്ട്. പുള്ളി ഇതുപോലെ ഈ സുകുമാരക്കുറുപ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുള്ളിക്ക് വലിയ ഹാരമാണ്. അപ്പോൾ ഞങ്ങൾ കൈരളി ടി വിയിൽ എല്ലാവരും ശ്രീകുമാറിനെ സുകുമാരക്കുറുപ്പ് എന്നാണ് വിളിക്കുന്നത്. അതൊന്നും നാട്ടിൽ പോയി പറയേണ്ടത് കേട്ടോ. നാട്ടുകാരിതൊന്നും കേട്ടതായിട്ട് അറിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിഷ പ്ലീസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. പ്രവീണിന് എന്തിലാ പ്രാവീണ്യം? ചിരിക്കുന്നതിലാണോ? എന്തിലാണ് പ്രാവീണ്യം? സ്പോർട്സിൽ താല്പര്യമുണ്ട്. ഞാൻ എന്തായാലും സ്പോർട്സ്മാനാണോ എന്ന് ചോദിക്കുന്നില്ല, കാര്യം അതിലേ ഒരു കള്ളത്തരമുണ്ട്. ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. സ്വാഗതം ചെയ്യാം പ്രവീണിനെ അശ്വമേധത്തിലേക്ക്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളാണോ? രണ്ട് ഇന്ത്യൻ? നോ. ഏഷ്യൻ? നോ. പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. യൂറോപ്യൻ? നോ. അമേരിക്കൻ കോണ്ടിനെന്റ്? USA? ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി അല്ല. അത്ലറ്റിക്സ്? 10 ചോദ്യങ്ങൾ. ഏറെക്കുറെ ആ കാലഘട്ടത്തിലുള്ള കളിക്കാരനാണ്. 1904, 1908. ഓ, ആ കാലമാണ്. വളരെ പഴയ ആളാണ്. അതെന്താ ഇങ്ങോട്ട് പറഞ്ഞത്? നല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ജെസ്സി ഓവൻസിന്റെ കാലം ഏതാണ് സംശയം ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ശ്രീകുമാറിന്റെ പ്രശ്നം ഇതാ. ജെസ്സി ഓവൻസിന്റെ കാലം ലോകമായതിന്റെ ഹിറ്റ്ലറിന്റെ കാലമാണെന്ന് അറിയില്ലേ? അതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് ശേഷമാണോ എന്ന് ആലോചിച്ചേനെ, അതിന് മുമ്പിലാണോ എന്ന് ആലോചിച്ചേനെ. ഇതിപ്പോ 904 നേരിട്ട് പറഞ്ഞു തന്നല്ലേ? ഒന്നിൽ കൂടുതൽ ഇനങ്ങൾ സ്വർണ്ണം നേടിയിട്ടുണ്ടോ ഒളിമ്പിക്സിലൊക്കെ? Any part of his name starts with G? No. Any part of his name starts with T? T? ഇല്ല. ഈ സ്പോർട്സ് അല്ലാതെ വേറെ എന്തെങ്കിലും കുപ്രസിദ്ധമായ ഏതെങ്കിലും സംഭവങ്ങളുണ്ട്? സ്പോർട്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വല്ലതുണ്ടോ ഇദ്ദേഹത്തിന്റെ പേര്? വല്ല മോഷണമോ? മോഷണമൊന്നുമില്ല, മറ്റൊരു സംഭവമല്ല എങ്കിലും വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 16 ചോദ്യങ്ങൾ രാജശ്രീ. ബന്ധുത്വം വഴി പ്രശസ്തി ഉണ്ടോ? ബന്ധുത്വം വഴി ഇല്ല. ചലച്ചിത്ര രംഗവുമായി ബന്ധമുണ്ടോ? ഇല്ല. കുപ്രസിദ്ധമായ ഏതെങ്കിലും കാര്യമുണ്ടോ? ചോദിച്ചില്ല. കുപ്രസിദ്ധി ഉണ്ടോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ കുപ്രസിദ്ധിയല്ല. അല്ല. 1904 അമേരിക്ക. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതോ ഭരണപരവുമായി ബന്ധപ്പെട്ടതോ യുദ്ധ രംഗവുമായി ബന്ധപ്പെട്ടതോ ഔദ്യോഗിക സേവനവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രശസ്തി ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള. യെസ്, പറഞ്ഞോളൂ. റെയ്മണ്ട് എവറി. റെയ്മണ്ട് എവറി എന്താണ്? പുള്ളി ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് 2 കാലും തളർന്നു പോയത്. അപ്പോൾ ഡോക്ടർമാര് പുള്ളി നടക്കുക പോലും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പുള്ളി വിധിയോട് മല്ലിട്ടിങ്ങനെ സ്പോർട്സിൽ
നല്ല ഈ 3 ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, ഇത് 3ലും ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടിയിട്ടുണ്ട്. 904, 908. 1900 പാരീസ് ഒളിമ്പിക്സ് മുതൽ പിന്നെ മൊത്തം ഒളിമ്പിക്സിൽ ആകെ 10 സ്വർണ്ണ മെഡൽ പുള്ളി നേടിയിട്ടുണ്ട്. സന്തോഷമായ ഇവിടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു പറ്റും. എന്നാലും സന്തോഷമായെന്ന് പറയരുത്. തീർച്ചയായും. തീർച്ചയായും. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഒളിമ്പിക്സിൽ 5 വളയങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടില്ല? ഇല്ല. ഈ 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ്? 5 വൻകരകളെ, 5 കോണ്ടിനെന്റുകളെ. ശരിയായ ഉത്തരം. താങ്കൾ സ്വന്തമാക്കുന്നു അപ്പോസ് ഫുഡ് പ്രോഡക്ട്സിന്റെ സമ്മാനം. അഭിനന്ദനം. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം തന്നെയാണ് ഈ രാത്രി പിരിയാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്ന വാക്കുകളും. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ദൂരത്തിൽ. ഗുഡ് നൈറ്റ്.